കാലൻ വരുന്നേ ദിക്കുകൾ പൊട്ടിച്ചു കാലൻ വരുന്നേ. ായി വിസ്കിയായി പാൻപരാഗായി നാടൻ വിഷക്കള്ള കാലൻ വരുന്നേ. കേട്ടില്ലേ ഈ വായ്ത്താരികൾ മുഴങ്ങുന്നത് എനിക്കും നിങ്ങൾക്കും നേരെയാണ്. കൊലവെറി 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 പാടി രാഷ്ട്രീയ കലിപൂണ്ട കാലൻ വരുന്നേ. നാടിന്റെ സമാധാനം കെടുത്തുന്ന വിഷവിത്തുകൾ തട്ടിയുടക്കാത്ത നമ്മുടെ മൗനങ്ങൾക്ക് നേരെ ജാഗ്രത. കരുതുക നിങ്ങൾ. ഇത് കേവലം നാടക ദൃശ്യങ്ങളല്ല, നമുക്ക് ചുറ്റും അരങ്ങേറുന്ന കൊടും ക്രൂരതയുടെ പരിച്ഛേദനങ്ങളാണ്. കേരളത്തിലെ കോളേജ് ക്യാമ്പസുകൾ ഇന്ന് വ്യത്യസ്തമായ ഒരു തലങ്ങളിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. ഈ അടുത്ത കാലത്തും ഒരു വിദ്യാർത്ഥി കോളേജ് ക്യാമ്പസിൽ ബൈക്ക് തട്ടി മരിച്ച് ഗുരുതരമായ പരിക്ക് പറ്റി ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്ന വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് വളരെ വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോളേജ് ക്യാമ്പസുകൾ. അന്ന് കോളേജ് ക്യാമ്പസുകൾ വളരെ സജീവമായിരുന്നു. ഒരുപാട് ആക്ടിവിറ്റീസ് വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു. അവരങ്ങനെ നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അവരന്ന് കോളേജ് ക്യാമ്പസിൽ അവർ പ്രസൻറ്റ് ചെയ്യുമായിരുന്നു. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് കോളേജ് ക്യാമ്പസുകൾ നമ്മൾ വ്യത്യസ്തമായി നമ്മൾ കണ്ടനുസരിച്ച് പറയുകയാണെങ്കിൽ ചെകുത്താൻ കീഴടക്കുന്ന ഒരു തലത്തിലേക്ക് ഇന്ന് കോളേജ് ക്യാമ്പസ് മാറുകയാണ്. നന്മകൾ പൂക്കുന്ന ക്യാമ്പസ് നമുക്കിന്ന് അന്യമാവുകയാണ്. വൈലോപ്പിള്ളിയുടെ കവിതാശകലം പറയുകയാണെങ്കിൽ, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും മനസ്സിലുണ്ടാവട്ടെ മമതയും സ്നേഹവും ഇത്തിരി കൊന്നപ്പൂവും. കൊന്നപ്പൂക്കൾക്ക് പോലും കരിയില പോലും കിട്ടാത്ത ഒരു ക്യാമ്പസിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ക്യാമ്പസിൽ നിന്ന് എന്നേ അകന്നുപോയ സ്നേഹവും ആർദ്രതയും കരുണയും തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ക്യാമ്പസുകളിൽ നടന്നു വരുന്നുണ്ട്. സമീപകാലത്ത് കേൾക്കുന്ന വാർത്തകളൊന്നും, ക്യാമ്പസിനെ പറ്റി കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരങ്ങളല്ല എന്നുള്ളത് സ്കൂൾ തലത്തിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചും അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചും ആശങ്കാജനകമാണ്. എന്നെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ച ഒരു സംഭവം ഇതായിരുന്നു. കോളേജുകളിൽ ക്യാമ്പസ് അന്ന് മുഴുവൻ കിട്ടുന്ന വലിയ മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ആ മുദ്രാവാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, കുട്ടികൾ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടായാൽ ഉടനെ അവർ അടുത്ത മുദ്രാവാക്യമായിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും. ഇതാണ് അവർ മുഖ്യമായിട്ട് ഇവിടെ ഒരു ആക്രോശിച്ചുകൊണ്ടിരുന്ന മുദ്രാവാക്യം. എന്നെ ഏറ്റവും വിഷമിപ്പിച്ചൊരു മുദ്രാവാക്യമായിരുന്നത്. കാരണം ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതുപോലൊരു മുദ്രാവാക്യം വിദ്യാർത്ഥികൾ വിളിച്ച് പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഫോർമേഷൻ എന്തൊരു അർത്ഥമാണുള്ളത്. ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട്, ആദിത്യനിലുണ്ട് അതിൻ പരിസ്ഫുരണം. എല്ലാ മനുഷ്യനിലും സ്നേഹത്തിൻ്റെ, ഈശ്വരൻ്റെ അംശങ്ങളാണ് ഉള്ളത് എന്ന് തിരിച്ചറിയുമ്പോൾ, എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ എന്നിൽ വസിക്കുന്ന ഈശ്വരനെ ബഹുമാനിക്കാൻ അപരൻ കാണിക്കുന്ന ആ ഒരു കരുതലും സ്നേഹവും ക്യാമ്പസിലും കടന്നു വരേണ്ടത് ഇന്ന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഭ്രാന്ത് പിടിക്കുന്നു. ഒരു ഡോസ് രാവിലെ ഡോസ് ചോദിച്ചോടായിരുന്നു. ഒരു ഡോസ് ഇട്ട് ഞാൻ ചാവും. അതെ, കാശില്ലാതെ ഒരു പരിപാടി നടക്കില്ല. പഴയ വിലക്കൊന്നും ഇപ്പൊ സാധനം കിട്ടില്ലെന്ന്. തരാൻ ചേട്ടാ, നിങ്ങളങ്ങനെ പറഞ്ഞെങ്ങനെ മനുഷ്യൻ ജീവൻ മണ വെച്ച ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പോലീസ് എങ്ങാനും പിടിച്ച എന്താ അവസ്ഥ? സ്വന്തം രക്തത്തെ പോലും തിരിച്ചറിയാനാവാത്ത നമ്മുടെ അഹന്തകൾ, അതിനുമപ്പുറം ലഹരി നിറയുന്ന കലാപകലാലയങ്ങൾ. രാവിലെ തന്നെ വരണം, ഇതൊക്കെ അറേഞ്ച് ചെയ്തിടണം. എന്നൊക്കെ പണികളാണ്. ഇനിയിപ്പോ ഡോക്ടർ എപ്പോഴാണോ വരുന്നത്? എന്താ പറഞ്ഞ സാറാ, ഞാൻ ഇവിടുത്തെ തിരക്കുകളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നു. രോഗികളുണ്ടോ? ഇഷ്ടംപോലെ വരുന്നുണ്ട് സാർ. വിളിക്കട്ടെ. ടോക്കൺ നമ്പർ 13. ഒന്ന് പെട്ടെന്ന് പാടോ, ഒരുപാട് രോഗികളുള്ളവന്നേ. ഇയാളുടെ ഫയലെടുത്തോ, ഇരിക്കേ.
സാറേ ഇത് അബു കോളേജിലാണ് പഠിക്കുന്നല്ലേ? ആ അതെ സാറേ. തനിക്ക് എത്ര പ്രായം കാണും? 19 വയസ്സ് സാർ. താൻ മദ്യപിക്കാറുണ്ടോ? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും മദ്യപിക്കാത്തവരുണ്ടോ? താൻ നാക്കൊന്ന് നീട്ടിക്കേ. പാൻപരാഗ് യൂസ് ചെയ്യാറുണ്ടോ? പാൻപരാഗോ? പാൻപരാഗ് ആർക്ക് വേണം സാറേ? ഹാൻസറെ സൂപ്പർ ഹാൻസർ. എന്റെ റിപ്പോർട്ടിൽ എന്താണെന്ന് എനിക്കറിയോ? എന്താ? തനിക്ക് ക്യാൻസറാ. ഈ വക സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആലോചിക്കേണ്ടതായിരുന്നു. അയ്യോ സാറേ, എടുത്തിട്ട് പോ. അയ്യോ അതെ, ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. എടുത്തിട്ട് പോ. വാ, വാ, വാ. അടുത്ത ആളെ വിളിക്കാം. അതെ, വീട്ടിൽ നിന്ന് വല്ലവരും കൂട്ടിക്കൊണ്ട് പോകാട്ടാ. കണ്ടില്ലേ, നാളെയുടെ വാഗ്ദാനങ്ങളാകേണ്ടിയിരുന്ന നമ്മുടെ കുട്ടികളെ. ആരോഗ്യമുള്ളൊരു തലമുറയാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്ത്. ടോക്കൺ നമ്പർ 14. പെട്ടെന്ന് വാതേ. ഇത് ശശി, ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്നല്ലേ? ആരാ? ഇതെന്റെ മകനാ സാറേ. എന്താ കുഴപ്പം? സാറേ 2 ആഴ്ചയായിട്ട് ഇവൻ വാ തുറന്നൊന്നും സംസാരിക്കുന്നില്ല. വാ എന്ത് പറഞ്ഞോ? എന്താ ക്യാമറ കാണോ? രണ്ടുമല്ല സാറേ, കുഴൽക്കണ്ടർ പോലെ ഉണ്ട്. ഇയാളുടെ റിപ്പോർട്ടിൽ എന്താണെന്നറിയോ? ഇയാൾക്ക് ക്യാൻസറാ. ചെറുപ്രായത്തില്. എന്റെ പൊന്നുമോന് ക്യാൻസറോ? സാറേ ഞാൻ എന്ത് വേണേലും ചെയ്യാം. ഇനി പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. സാറേ ഞാൻ എവിടെ വേണേലും കൊണ്ടുവരും സാറേ. സാറേ എന്റെ പൊന്നുമോൻ രക്ഷിക്കും സാറേ. അടുത്ത ആളെ വിളിക്കും. സ്വന്തം ശരീരവും മനസ്സും നശിപ്പിച്ചുകൊണ്ടാണ് അവർ ആനന്ദം കണ്ടെത്തുന്നത്. നമ്മുടെ നാട്ടിലെ പാവം ജനങ്ങളെ ഭ്രാന്തു പീഡിപ്പിക്കും മദ്യം. നിറമുള്ള മദ്യം, മണമുള്ള മദ്യം, പാമ്പിനെ പോലാക്കും മദ്യം. നമ്മളെ പാമ്പിനെ പോലാക്കും മദ്യം. വെയിലത്തും മഴയത്തും ബിവറേജിൻ മുൻപിൽ ശാന്തരായി നിൽക്കും ജനങ്ങൾ. അച്ചടക്കത്തിൻ്റെ മാതൃക കാണുവാൻ വേറെ ഇടമില്ല നാട്ടിൽ. ഒടുവിലോ തീരാരോഗങ്ങളുടെ നിത്യനരകത്തിലേക്ക് ഇവർ വലിച്ചെറിയപ്പെടും. രക്ഷപ്പെടുത്തണ്ടേ നമുക്ക് ഈ കുട്ടികളെ? കേരളത്തിൽ ഇന്നത്തെ കാലത്ത് സാമൂഹിക വിപത്തായ ഏറ്റവും പ്രധാന ഒന്നാണ് മദ്യപാനവും അതേപോലെ കുട്ടികളിൽ കാണുന്ന അതിയായ മയക്കുമരുന്ന് ഉപയോഗവും മദ്യാസക്തിയും. ഇത് കുഞ്ഞുനാൾ മുതൽ തന്നെ ഇതിനുള്ള വിത്ത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളിൽ പാകുകയാണ്. വീട്ടിൽ വച്ച് തന്നെ നമ്മൾ കാണുന്ന ടെലിവിഷൻ മുതൽ പുതിയതായിട്ടുള്ള കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റിൻ്റെയും അതിപ്രസരം ഈ ഒരു സാമൂഹിക വിപത്തിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽക്ക് തന്നെ നമുക്ക് ഈ വിപത്തിലേക്ക് എത്തിപ്പെടുകയാണ്. കോളേജ് ക്യാമ്പസുകളിൽ ഇന്നത്തെ കാലത്ത് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗം വിദ്യാർത്ഥികളിൽ കൂടിക്കൂടി വരുന്നതായിട്ടാണ് നാം അനുഭവിച്ചറിയുന്നത്. പണ്ട് നമുക്ക് പ്രായമാകുമ്പോൾ ഉണ്ടായിരുന്ന പല അസുഖങ്ങളും ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ അമിത മദ്യപാനവും പുകവലിയുമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ക്യാമ്പസുകൾ ഒരു മരണസംസ്കാരത്തിലേക്ക്, ഒരു മൃതസംസ്കാരത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചപ്പാടാണുള്ളത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദേവഭാവത്തിൽ നിന്ന് ഒരു അസുരഭാവത്തിലേക്കുള്ളൊരു ട്രാൻസ്ഫർമേഷൻ. ഇവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത്. ഈ ആശങ്കയുടെ ലോകത്തിൽ പുലരുന്ന എല്ലാ മനുഷ്യർക്കും ക്യാമ്പസ് ഏറ്റവും സംശുദ്ധവും സുതാര്യവും സ്നേഹമസൃണവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. ഭാരതം കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണനായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വിദ്യാഭ്യാസത്തെ ഇങ്ങനെ നിർവചിച്ചിട്ടുണ്ട്: ദ റിയൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു ക്രിയേറ്റ് ഇൻ്റലക്ച്വലി മെച്വർ, മോറലി അപ്രൈറ്റ്,
spiritually inspired and socially committed young men and women who should be an asset to the society, not a burden. ലോകം മുഴുവൻ ഇപ്പോൾ അസ്വസ്ഥതകൾ പടർന്നു പിടിക്കുകയാണ്. മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, പ്രാദേശിക സങ്കുചിതവാദങ്ങളുടെ പേരിലെല്ലാം അസ്വസ്ഥതകൾ മനുഷ്യഹൃദയങ്ങളിലേക്ക് കിനിഞ്ഞിറങ്ങുകയാണ്. ഒരാളെ കീഴടക്കുന്നതിലൂടെ സമാധാനം സ്ഥാപിക്കാം എന്നാണ് മനുഷ്യർ ചിന്തിക്കുന്നത്. ചരിത്രം നമുക്ക് നൽകുന്ന പാഠം ചരിത്രത്തിൽ നിന്നും നാം ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. യുദ്ധം സമാധാനം ലോകത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ദൈവം നമുക്ക് നൽകുന്ന മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സമാധാനം നമുക്ക് ലഭ്യമായില്ലെങ്കിൽ യഥാർത്ഥ സമാധാനം നമുക്ക് ആസ്വദിക്കാനാവുകയില്ല. കൈബോംബെറിഞ്ഞ് കൊടുവാളുയർത്തി കൈവെട്ടി തലകൊയ്യാൻ കാലൻ വരുന്നേ. നാടിന്റെ ജീവനിൽ ചങ്ങല കെട്ടി ഹർത്താലായി ബന്ധായി കാലൻ വരുന്നേ. ഈ കണ്ണൂർ ജില്ല പലപ്പോഴും സംഘർഷഭരിതമാണ്. കണ്ണൂരിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം തന്നെ നമുക്കറിയാവുന്നതാണ്. ഈ സംഘർഷഭരിതമായ കണ്ണൂർ ജില്ലയിലെ ജനങ്ങളെ സമാധാനപരമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാ സാമൂഹ്യ സംഘടനകളുടെയും ഒരു ബാധ്യതയാണ്. നിയമപരമായ കാര്യങ്ങളും നിയമവിരുദ്ധമായ കാര്യങ്ങളും മനസ്സിലാക്കി നിയമം അനുസരിക്കുന്ന ജനങ്ങളെ വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ ജനങ്ങളതിന് പ്രാപ്തരാക്കുക, ഇല്ലെങ്കിൽ ആ രീതിക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായൊരു ഘടകമാണ്. നിയമം അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ട് മാത്രം നിയമലംഘകരെ നിർവഴിക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതിനൊരു ബോധവൽക്കരണവും കൂടി ആവശ്യമാണ്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കണ്ണൂർ ജില്ലയുടെ ഇതര ജില്ലകളൊക്കെ പോയി നോക്കുമ്പോൾ വളരെ ജനങ്ങളൊക്കെ ഭയാശങ്കകളോടെയാണ് കണ്ണൂരിലെ പലരോടും ചോദിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പറയുന്നത്. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും കുറ്റം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളും അതോടനുബന്ധിച്ചുള്ള പ്രസ്ഥാനങ്ങളും പലപ്പോഴും ഈ അക്രമത്തിന് ഒരു പരിധിവരെ പ്രോത്സാഹനം ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മറ്റുള്ള ജില്ലകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മറ്റുള്ള ജില്ലകളിൽ രാഷ്ട്രീയക്കാർ പരസ്പര സഹവർദ്ദത്തോടെയും പരസ്പര സന്തോഷത്തോടുകൂടിയും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ, പക്ഷേ കണ്ണൂർ ജില്ലയിലെ ഓരോ ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയപരമായും മറ്റുള്ളവരും വൈരനിരാധന ശത്രുക്കളെ പോലെയാണ് പലപ്പോഴും കുറേ കാലങ്ങളായിട്ട് കഴിഞ്ഞു വരുന്നത്. പറയൂ, ഇനിയെങ്കിലും നിങ്ങൾ പറയൂ, ആരാണ് ഇതിനുത്തരവാദി? നിങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് വിലപിച്ച് പ്രാർത്ഥിക്കുവിൻ. സമാധാനത്തിൻ്റെ വഴികൾ അവർ തിരിച്ചറിയട്ടെ. അതിനായി ഇതാ ഒരു വൈദികൻ, അല്ല വഴികാട്ടി. നമുക്ക് അദ്ദേഹത്തെ പിൻചെല്ലാം. ഫ്രാൻസിസ്കൻ കപ്പൂച്ചിൻ വേഷമെന്ന് പറയുന്നത് അത് സമാധാനത്തിൻ്റെ ഒരു കൂതാശയാണ്. എന്ന് പറഞ്ഞാൽ ഈ വസ്ത്രം ധരിക്കുന്ന ഒരാൾ സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടേ പറ്റൂ. കലുഷിതമായിരുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് ഈ നിലപാടെടുത്താണ് ഫ്രാൻസിസ്കൻ പാരമ്പര്യം തുടങ്ങുന്നത്. എന്നെ സംബന്ധിച്ച് രാവിലെ ഉണർന്നു കഴിയുമ്പോൾ കർത്താവെ എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമെന്ന പ്രാർത്ഥന തുടങ്ങും. വൈകുന്നേരം വീണ്ടും കിടക്കയിലേക്ക് തീരുന്നത് വരെ സമാധാനത്തിൻ്റെ ഉപകരണമാകുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് മലബാറിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചപ്പോൾ ഈ അസമാധാനത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഭീകരമായ രംഗങ്ങൾ ഞങ്ങൾ കാണുന്നത് മുഴുവൻ ക്യാമ്പസുകളാണ്. അപ്പോൾ ക്യാമ്പസുകളിൽ സമാധാനവും സൗഹൃദവും നിലനിന്നാൽ തീർച്ചയായിട്ടും ഭാവി ശോഭനമാകും എന്ന് ഒരു ആഴത്തിലുള്ള ബോധ്യം എനിക്കുണ്ടായി. ഇതിൽ നിന്നാണ് കണ്ണൂർ പീസ് ഫോറം രൂപീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ പീസ് ക്ലബ്ബുകൾ തുടങ്ങുവാനുള്ള ഒരു പ്രചോദനവും പരിശ്രമവും ഉണ്ടാകുന്നത്. ചടുലമായ ശാക്തികമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സമാധാനം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും വ്യത്യസ്തമായി കണ്ണൂർ പീസ് ഫോറം എന്നുള്ള സംഘടന
അക്രമ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കുപ്രസിദ്ധം നേടിയ കണ്ണൂരിൻ്റെ മണ്ണിൽ പുതിയൊരു സമാധാന ദൗത്യവുമായി മുൻപോട്ട് പോവുകയാണ്. ഈ അവസരത്തിലാണ് കണ്ണൂർ സ്ഥാപിതമായ പീസ് ഫോറം, അതായത് ബഹുമാനപ്പെട്ട സ്കലിയ കരൂരച്ചൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ തുടങ്ങിയ ഒരു സംവിധാനമാണ് പീസ് ഫോറം. അവർ കോളേജുകളിലേക്കും വിദ്യാലയങ്ങളിലേക്കും പീസ് ക്ലബ്ബ് സ്ഥാപിക്കുവാനായി കടന്നു വരികയുണ്ടായി. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഞാൻ കോളേജിലേക്ക് സ്വീകരിച്ചു. ഞങ്ങളിവിടെ ഒരു ഉദ്ഘാടനം നടത്തി. ആ ഉദ്ഘാടനം തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ഉദ്ഘാടനമായിരുന്നു. ആ ഉദ്ഘാടനത്തിൽ വിളക്ക് വിദ്യാർത്ഥികളെ വിളിച്ചു കൂട്ടി വിളക്കിൽ 3 തിരിയിട്ട് ഒരു തിരി അച്ഛൻ തെളിയിക്കുകയും മറ്റ് 2 തിരികൾ എൻ്റെ കോളേജിലെ വിദ്യാർത്ഥി സംഘടന നേതാക്കളാണ് തെളിയിക്കുകയുണ്ടായി. അവിടെ ഞങ്ങൾ തീരുമാനമെടുത്തു, ഇനി മേലിൽ നിർമ്മതി കോളേജിലെ ഒരു തുള്ളി രക്തം പോലും ഈ ക്യാമ്പസിൽ വീഴുകയെല്ലാം തീരുമാനം എടുക്കുകയായിരുന്നു. അന്ന് മുതൽ കോളേജിൽ ഒരു മാറ്റം, ദൈവത്തിൻ്റെ കൃപയാൽ വലിയ മാറ്റം സംഭവിക്കുകയായിരുന്നു. അവർ ഈ കോളേജിൽ എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് അവർ ഇടപെടുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. കോളേജിൽ അക്രമം ഉണ്ടാകുമ്പോഴേക്ക് അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കോളേജിൻ്റെ ക്യാമ്പസ് ക്ലീനിങ്ങിൽ ആരും അറിയാതെ കോളേജിൻ്റെ ടോയ്ലറ്റുകൾ വിദ്യാർത്ഥികൾ പോയി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തലങ്ങളിലും അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. നശിപ്പിച്ചു നാടുമുടിപ്പിച്ചു ഭീകരരൂപിയായി കാലൻ വരുന്നേ. കരുതുക 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 നിങ്ങൾ. ട്രിവാൻഡ്രത്തുള്ള ഗാന്ധി ഫൗണ്ടേഷൻ, പീസ് ഫൗണ്ടേഷൻ അഖിലേന്ത്യാ തലത്തിൽ ഒരു ഡോക്യുമെൻ്ററി ഫിലിം നിർമ്മാണം മത്സരം നടത്തുകയുണ്ടായി. ഞങ്ങളുടെ കോളേജ് വിദ്യാർത്ഥികൾ എല്ലാവരും സഹകരിച്ച് നല്ലൊരു ഡോക്യുമെൻ്ററി കോളേജ് വിദ്യാർത്ഥികളുടെ മാത്രം നേതൃത്വത്തിൽ ഉണ്ടാക്കിയുണ്ടായി. ആ ഡോക്യുമെൻ്ററിക്ക് അതിൻ്റെ ആശയം ഇതായിരുന്നു, ഗാന്ധിജി ഇന്ന് ക്യാമ്പസിൽ. അതിൻ്റെ പേര് ഇതായിരുന്നു, നിലം എന്നായിരുന്നു അതിൻ്റെ പേര്. ആ ഡോക്യുമെൻ്ററിക്ക് അഖിലേന്ത്യാ തലത്തിൽ നിർമ്മതി കോളേജ് 2ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട് ബഹുമാനപ്പെട്ട സ്കറിയാച്ചനോട്. കാരണം നിർമ്മതി കോളേജിൻ്റെ ക്യാമ്പസിൽ ഇത് മാറ്റം വരുന്നതിന് അച്ഛൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഒത്തിരി പ്രചോദനമാണ്. അച്ഛൻ കടന്നു വന്നു. നമുക്കറിയാം, ലോകത്തിലെ സകല ജനാചരങ്ങളെയും സഹോദരനെ കാണുന്ന വിശുദ്ധ അസിസി പുണ്യാളൻ്റെ പിൻഗാമികളാണ് അദ്ദേഹം, അവരുടെ സഭ. അപ്പോൾ കണ്ണൂർ പ്രൊവിൻഷ്യൽ അച്ഛനായിരുന്നു. ആ പദവികളൊന്നും കണക്കാക്കാതെ അച്ഛൻ ക്യാമ്പസിലേക്ക് കടന്നു വരുന്നു. അച്ഛൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബ്രദേഴ്സുമായിട്ട് കടന്നു വന്ന് നമ്മുടെ ക്യാമ്പസ് നല്ലൊരു ഒരു സ്ട്രീറ്റ് പ്ലേ ഒക്കെ നടത്തി. അതിലൂടെ ക്യാമ്പസ് ഒരുപാട് മാറ്റം, നിർമ്മതി കോളേജ് ക്യാമ്പസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന് പീസ് ക്ലബിനോട് ഞങ്ങളും നിർമ്മതി കോളേജും പ്രിൻസിപ്പൾ എന്ന നിലയിലും മാനേജ്മെൻറ്റും അധ്യാപകരും എല്ലാവരും ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. കലുഷിതമായൊരു ക്യാമ്പസ് അന്തരീക്ഷത്തിലേക്കാണ് കണ്ണൂർ പീസ് ഫോറത്തിൻ്റെ സാരഥിയായി സ്കറിയാച്ചൻ നിർമ്മതി കോളേജിലേക്ക് കടന്നു വരുന്നത്. സ്കറിയാച്ചൻ കടന്നു വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന് ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക്, അതായത് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അപരിചിതമായിട്ടുള്ള തെരുവ് നാടകം എന്ന ദൃശ്യകലാരൂപത്തിലൂടെയാണ് അദ്ദേഹം ഈ സമൂഹത്തിൽ നിലനിന്നിരിക്കുന്ന മദ്യപാനവും മയക്കുമരുന്ന് അതുപോലെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ഈ തെരുവ് നാടകത്തിലൂടെ അവതരിപ്പിക്കുകയും അത് കണ്ട് അതിലാകൃഷ്ടരായ കുട്ടികൾ അന്ന് തന്നെ ഈ പീസ് ഫോറത്തിൽ അംഗമാവുകയും തങ്ങളുടെ കഴിവിന് പരമാവധി സമാധാനപരമായ ഒരു ചർച്ചയിലൂടെ ക്യാമ്പസ് സമാധാനപൂർണ്ണമാക്കുവാൻ ശ്രമിച്ചു. സമാധാനം എന്നതിൻ്റെ അർത്ഥം സ്നേഹവും കരുണയും ആർദ്രതയും സഹനവും എങ്ങനെയാണ്, സഹിഷ്ണുതയും എങ്ങനെയാണ് കുട്ടികളിൽ പുലരേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വലിയ നിർവചനമായിരുന്നു ശരിക്കും ആ തെരുവ് നാടകം. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, എനിക്ക് വിശന്നാൽ ഞാൻ മാത്രമല്ല അവരനും കൂടി വിശക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്, അവരുടെ കണ്ണിലെ വേദന മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവ്, അടുത്ത് നിൽക്കുന്ന അനുജനെ കാണാൻ അക്ഷികളില്ലാത്തവർ കരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന് പാടിയതുപോലെ അടുത്ത് നിൽക്കുന്നവൻ്റെ വേദന മനസ്സിലാക്കുവാനും അവൻ്റെ കണ്ണീരൊപ്പുവാനും തയ്യാറാകുന്ന ഒരുപാട് മെമ്പേഴ്സ് നിർമ്മതി കോളേജിലെ പീസ് ക്ലബ്ബിൽ അംഗമായിട്ടുണ്ടായിരുന്നു.
കണ്ണൂരിൻ്റെ കലാപഭൂമികയിൽ നിന്നും സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഗീതികൾ പാടി നമുക്ക് മുൻപേ ഒരു വൈദികൻ. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രവാചകനായിരുന്നു അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. എല്ലാ മനുഷ്യരെയും സഹോദരന്മാരായിട്ട് കാണുവാനും പോരാ, എല്ലാ സൃഷ്ടവസ്തുക്കളെയും സഹോദരനും സഹോദരിയുമായിട്ട് കാണുവാനും ഫ്രാൻസിസിന് സാധിച്ചു. ആ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു സന്ദേശവാഹകനായിട്ടാണ് ആകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഈ സ്നേഹവും സമാധാനവുമൊക്കെ നശിപ്പിച്ചുകൊണ്ട് പല ചിന്താധാരകളും കടന്നു വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. മൗലികവാദവും അതുപോലെ വിഭാഗീയ ചിന്തകളും രാഷ്ട്രീയ സംഘർഷങ്ങളുമെല്ലാം. ഈ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട സ്കറിയാച്ചൻ ആരംഭിച്ചിരിക്കുന്ന ഈ പീസ് മൂവ്മെൻറ്റ് തീർത്തും ശ്ലാഘനീയമാണ്. അതുപോലെ തന്നെ ഇന്നിൻ്റെ വലിയൊരാവശ്യവുമാണ്. യുവതലമുറകളിലേക്ക്, പ്രത്യേകിച്ച് സ്കൂളുകളിലും കോളേജിലുമൊക്കെയുള്ള നമ്മുടെ യുവജനങ്ങളിലേക്ക് ഈ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ ഈ പ്രസ്ഥാനം പരിശ്രമിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ജാതിമത ഭേദമില്ലാതെ പലരും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാവിധമായ വിജയങ്ങളും ആശംസിക്കുന്നു. കൂട്ടരെ, നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മെ കാണാൻ ഒരു മഹാപ്രവാചകൻ വരുന്നു. അതെ, വെളിച്ചത്തിന്റെ മഹാപ്രവാചകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതെ അതെ, അദ്ദേഹം ഇപ്പൊ വരും നമ്മെ കാണാനും നമ്മോട് സംസാരിക്കാനും. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ശ്രവിക്കണ്ടേ? ഹിംസയുടെ ഊഷ്മളതയിൽ നിന്ന് അഹിംസയുടെ ഊർവരതയിലേക്ക് അനസ്യൂതമായ ഒരു സ്നേഹപ്രവാഹം. സഹോദരങ്ങളെ, ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ദൈവം സ്നേഹമാകുന്നു എന്നതാണ്. ആ സ്നേഹത്തിൻ്റെ ആവിഷ്കാരമായിരുന്നു ക്രിസ്തുദേവൻ. ഒരു ചെകിട് തടിക്കുന്നവന് മറു ചെകിട് കൂടി കാണിച്ചു കൊടുക്കുന്ന ദിവ്യമായ സ്നേഹത്തിൻ്റെ പാഠമാണ് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചത്. സ്നേഹിതന് വേണ്ടി സ്വജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു. മാത്രമല്ല, സ്വന്തം ജീവിതത്തിലൂടെ അത് നമുക്ക് കാണിച്ചു തന്നു. ക്രിസ്തുദേവൻ നമുക്ക് കാണിച്ചു തന്ന ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും വഴിയിലൂടെ നമുക്കും യാത്രയാകാം. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന മഹാത്മജിയും ഇന്ത്യയുടെ ആത്മാവായ ടാഗോറുമെല്ലാം ഇവിടെ സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശമാണ് നൽകിയത്. മതത്തെ ഭീകരമാക്കിയും രാഷ്ട്രത്തെ കൊലപാതകമാക്കിയും മാറ്റിയത് ബ്രിട്ടീഷുകാരിലെ നമ്മളാണ്. അധികാരം നമ്മുടെ കൈകളിലേക്ക് വന്നപ്പോൾ അതിനെ നമ്മൾ പിച്ചു ചിന്തി സ്വയം ആവിഷ്കരിച്ച് സ്വന്തം പ്രസ്ഥാനങ്ങൾ പടുത്തുയർത്തി പാവപ്പെട്ട ചെറുപ്പക്കാരുടെ ചുടുനിണം ഒഴുക്കിക്കൊണ്ട്, നിങ്ങൾ ഇതിനു മുമ്പ് ഒരു ബാനർ കണ്ടു. ക്യാമ്പസുകളിൽ അക്രമമാകുന്നു. നമ്മുടെ പെങ്ങന്മാർ പലപ്പോഴും അതിഭീകരമായ വിധത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. തെരുവ് നായ്ക്കൾ തെരുവുകൾ കൺട്രോൾ ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മുടെ ഈ ഒരു പുതിയ തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കുന്നതിനും നാളത്തെ നല്ല സിറ്റിസൺസായി വളർത്തിയെടുക്കുന്നതിനും അവരെ വളരെയധികം സഹായിക്കുന്നു. മദ്യവിമുക്തവും മയക്കുമരുന്നില്ലാത്തതുമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് മാതാപിതാക്കൾക്കൊപ്പം തന്നെ ഈ ഒരു ഓർഗനൈസേഷനും അതിൻ്റേതായ ഒരു പങ്ക് നൽകുന്നുണ്ട്. ഈ പീസ് ഫൗണ്ടേഷനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. ഇതുവരെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. പീസ് ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ PR നാഥും നമ്മുടെ സ്കറിയാച്ചനും അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും പല രീതിയിലും തെരുവ് നാടകങ്ങളും മറ്റുള്ള കാര്യങ്ങളും ബോധവൽക്കരണവും മറ്റും നടത്തി ഈ പീസ് ഫൗണ്ടേഷൻ കുറേ കാലങ്ങളായിട്ട് കണ്ണൂർ ജില്ലയിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതേ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ എനിക്ക് പല കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്.
ജനങ്ങളിൽ നിന്നുള്ള സംസാരത്തിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളും ഇതുപോലെയുള്ള പീസ് ഫൗണ്ടേഷനെ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇനിയും കണ്ണൂർ ജില്ലയിൽ കൂടുതൽ സജീവമാവുകയും ജനങ്ങൾ കൂടുതൽ അതിൽ ബന്ധപ്പെടുകയും അതിൽ കൂടി ഈ സമാധാനത്തിന് ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരു കുടക്കീഴിലേക്ക് വരുന്ന രീതിയിൽ ഈ അക്രമത്തെ നമ്മൾ ശക്തിയുക്തം എതിർക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഈ പീസ് ഫൗണ്ടേഷൻ മാറും. ഇത്തരമൊരു സാഹചര്യം നിന്ന് കണ്ണൂരിൻ്റെ അക്രമപൂർണമായ മണ്ണിൽ സമാധാനത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എളിയ ശ്രമമെന്ന നിലയിലാണ് സ്കറിയാച്ചൻ്റെ നേതൃത്വത്തിൽ സമാന മനസ്കർ കൂടിച്ചേർന്ന് കണ്ണൂർ പീസ് ഫോറം രൂപീകരിക്കുന്നത്. അതിനായി ഒരു കർമ്മ പദ്ധതി തന്നെ കണ്ണൂർ പീസ് ഫോറം തയ്യാറാക്കി. അടുത്ത തലമുറയായ കുട്ടികളുടെ മനസ്സിൽ അവർ എങ്ങനെ സമാധാനത്തിൻ്റെ വക്താക്കളായി മുന്നേറണം എന്ന് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മപദ്ധതിയാണ് ആദ്യം തയ്യാറാക്കിയത്. അതിനായി ക്യാമ്പസുകളിൽ ക്യാമ്പസ് പീസ് ക്ലബ്ബുകൾ സ്ഥാപിക്കുന്നതിനാണ് ഞങ്ങൾ മുൻകൈയെടുത്തത്. ഏതാണ്ട് 1,00,000-ഓളം കുട്ടികളിൽ ഈ സന്ദേശം എത്തിക്കുന്നതിനും കണ്ണൂർ ജില്ലയിലെ ഏതാണ്ട് 200-ലധികം ക്യാമ്പസുകളിൽ, കോളേജുകളിലും സ്കൂളുകളിലും ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിൽ ക്യാമ്പസ് പീസ് ക്ലബ്ബുകൾ സ്ഥാപിക്കുന്നതിനും കണ്ണൂർ പീസ് ഫോറത്തിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്.